റാംപൂരിലെ വനങ്ങളിലെ രാജാവ് വളരെ ന്യായശാലിയും ശക്തിശാലിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ എല്ലാവരും വളരെ സന്തോഷമായി ജീവിച്ചിരുന്നു. പക്ഷെ കുറച്ചു ദിവസങ്ങളായി വനത്തിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും രാജാവിനെ കാണാൻ ചിന്താധീനരായി വന്നിരുന്നു. മഹാരാജാവേ, ദിനം പ്രതി എല്ലാ പ്രാണികളുടെയും ശക്തി കുറഞ്ഞു വരാണ്. എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ എല്ലാ പ്രാണികളും ശക്തിഹീനമാവും. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ കേട്ടു ഒരു കറുത്ത ഗുഹയിൽ നിന്നും ശക്തി പുറത്തു വരുന്നു. അത് എല്ലാവരുടെയും ശക്തി നശിപ്പിക്കുന്നു. ഇതിനർത്ഥം നമ്മൾ കറുത്ത ഗുഹയിലേക്ക് പോയി എന്റെ വനവാസികളുടെ ശക്തിയെ നശിപ്പിക്കുന്ന ഈ ശക്തി എന്താണെന്ന് കണ്ടെത്തേണ്ടി വരുമെന്നാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാ മൃഗങ്ങളും ഗുഹയിലേക്ക് ചെന്നു. കുറച്ചു സമയത്തിനകം എല്ലാവരും കറുത്ത ഗുഹയിൽ എത്തിച്ചേർന്നു. ഇതൊരു വിചിത്രമായ സ്ഥലമാണ്. ഇവിടെ എല്ലായിടത്തും ചിത്രങ്ങളുണ്ട്. ഈ ചിത്രം നമ്മോട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ചിന്തിക്കേണ്ടി വരും, ഈ ചിത്രം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറുക്ക, നീയാണ് ഏറ്റവും ബുദ്ധിമാൻ. ഈ ചിത്രം എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എല്ലാ ചിത്രങ്ങളെയും നന്നായി നോക്കിയതിനു ശേഷം പുള്ളിപ്പുലി പറഞ്ഞു, മഹാരാജാവേ, ഒരു ചിത്രത്തിൽ ബാബായുടെ കയ്യിൽ മാന്ത്രിക കല്ലുണ്ട്. അതായത് ഈ മാന്ത്രിക കല്ല് കയ്യിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും. ഈ കല്ല് ഒരു മോശം വ്യക്തിയുടെ കയ്യിലാണെങ്കിൽ എല്ലാം മോശമാകാൻ സാധ്യതയുണ്ട്. എല്ലാം ശരിയാണ് മഹാരാജാവേ. പക്ഷേ ഈ കല്ല് ഇവിടെ തന്നെ കിടക്കുന്നു. ഇപ്പോൾ അത് ആരുടെയും നല്ല കൈകളിലോ ചീത്ത കൈകളിലോ അല്ല. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും ചിന്താധീനരായി. ആർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. രാത്രിയിൽ സിംഹം ഉറങ്ങുകയായിരുന്നു. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എനിക്ക് അറിയാം ഷേർ സിംഗ്, നീ കറുത്ത കല്ലിന്റെ കറുത്ത ശക്തി എന്നാൽ വിഷമത്തിലാണ്. ഹേയ്, ഗുഹയിലെ ചിത്രത്തിലുള്ള അതേ ബാബയല്ലേ നിങ്ങൾ? അതെ, ഞാൻ അതേ സന്യാസിയാണ്. ബാബ, ഒന്ന് പറയൂ, ആ ഗുഹയിലെ കല്ല് എന്തിനാണ് നമ്മുടെ ശക്തി കവർന്നെടുക്കുന്നത്? അത് പറയാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ബാബ പറഞ്ഞു, ഗുഹയിൽ നീ കണ്ട കല്ല് അതിനെ ആരോ തെറ്റായ ഉദ്ദേശം കൊണ്ട് തൊട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്. ബാബ, ദുഷ്ടശക്തികളെ ഒഴിവാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭീകരശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ കാട്ടിലെ ഏറ്റവും പവിത്രമായ പ്രാണിയെ തിരഞ്ഞെടുക്കൂ. പാപിയല്ലാത്ത പ്രാണി. പിന്നെ ആ പ്രാണി ആ കല്ലിനെ തൊട്ടാൽ ഈ കാട്ടിൽ നിന്നും ഭീകരശക്തികൾ ഒഴിവാകും. അപ്പൊ ഈ കാടിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. നന്ദിയുണ്ട് ബാബ. ദീർഘായു ഭവ. കണ്ണു തുറന്നതും സിംഹം ചിന്തിക്കാൻ തുടങ്ങി. ഒരു പാപവും ചെയ്യാത്ത ജീവിയെ എനിക്ക് എവിടെ കണ്ടെത്താനാകും? പിറ്റേ ദിവസം സിംഹരാജാവ് എല്ലാരെയും വിളിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ആ ഗുഹയ്ക്കുള്ള ചിത്രത്തിലെ ബാബ എന്റെ സ്വപ്നത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഭീകരശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ കാട്ടിലെ ഏറ്റവും പവിത്രമായ പ്രാണിയെ തിരഞ്ഞെടുക്കൂ. പാപിയല്ലാത്ത പ്രാണി. ആ പ്രാണി ആ കല്ലിനെ തൊട്ടാൽ ഈ കാട്ടിൽ നിന്നും ഭീകരശക്തികൾ ഒഴിവാകും. അപ്പൊ ഈ കാടിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. മഹാരാജാവേ, ഒരു പാപവും ചെയ്യാത്ത പ്രാണി നമുക്ക് എവിടെ കിട്ടും? അതുകൊണ്ടാണ് ഞാൻ ഈ സഭ വിളിച്ചത്. നാം എല്ലാവരും ഒരുമിച്ച് അത്തരമൊരു വിശുദ്ധ ജീവിയെ കണ്ടെത്തണം. സിംഹരാജാവ് നിഷ്പാപികളായ എല്ലാ പ്രാണികളെയും തേടാനുള്ള ആജ്ഞ കൊടുത്തു. എല്ലാവരും പവിത്രരായ പ്രാണികളെ തേടാൻ തുടങ്ങി. നീ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? എന്തായാലും നമ്മൾ പാപികളാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരാളെ കൊന്ന് തിന്നാറുണ്ട്. പക്ഷെ നീ ഒരു പാപിയല്ല, അല്ലേ? ഞാനും പാപിയാണ്. ഞാൻ കടുവയെ സ്നേഹിക്കുന്നതായി നടിച്ച് അവനെ വഞ്ചിച്ചു. ഒരാളുടെ ഹൃദയം തകർക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. എല്ലാവരും അവരവരുടെ രീതിയിൽ നിഷ്പാപികളായ പ്രാണികളെ തേടാൻ തുടങ്ങി. പക്ഷെ ആർക്കും അങ്ങനെയൊരു മൃഗത്തിനെ കണ്ടതേയില്ല. പാപങ്ങളൊന്നും ചെയ്യാത്ത ഒരു വിശുദ്ധ ജീവിയെ കണ്ടെത്തിയോ ആരെങ്കിലും? ഇല്ല മഹാരാജാവേ. നോക്കൂ, സസ്യാഹാരികളായ മൃഗങ്ങൾ വേട്ടയാടാറില്ല. മാൻ പാപം ചെയ്തിട്ടില്ലായിരിക്കാം. മാനാണ് ഏറ്റവും വലിയ പാപി മഹാരാജ്. അവൾ ഒരു പുള്ളിപ്പുള്ളിയെ പ്രണയിച്ചുകൊണ്ട് അവനെ വഞ്ചിച്ചു. പിന്നെ അവളുടെ ഭർത്താവ് മാൻ. വിവാഹത്തിന് മുമ്പ് പെൺമാൻ പുള്ളിപ്പുള്ളിയുമായി ബന്ധമുണ്ടെന്ന് മാൻ കണ്ടെത്തി. അതിനാൽ അവൻ പെൺമാനിനെ അടിച്ച് വിവാഹമോചനം നേടി. അങ്ങനെ അവനും പാപിയായി. മഹാരാജാവ് സൂത്രശാലിയായ ചെന്നായോട് ചോദിക്കുന്നു, കുറുക്ക, ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ നീയാണ് ഏറ്റവും മികച്ചത്. ഞങ്ങളെ സഹായിക്കാമോ? എന്നോട് ക്ഷമിക്കൂ മഹാരാജാവേ. എനിക്കറിയില്ല ഈ കാടിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും നിരാശരായി അവരവരുടെ വീട്ടിലേക്ക് തിരിഞ്ഞുപോകും. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് സിംഹരാജാവിന്റെ സ്വപ്നത്തിൽ വീണ്ടും ബാബ പ്രത്യക്ഷപ്പെട്ടു. ബാബ, നിങ്ങളോ? പവിത്ര പ്രാണിയെ തെരഞ്ഞെടുത്തെങ്കിൽ എല്ലാ സൃഷ്ടികളും പാപികളാണ്.
നീ ദയവായി താങ്കൾ തന്നെ ഏതെങ്കിലും സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കൂ. കാട്ടിന്റെ കരയിൽ ചമേലി എന്ന ആട് താമസിക്കുന്നു. അവിടെ ഒരു പാപം ചെയ്തിട്ടില്ല. ഞാൻ നാളെ തന്നെ ചമേലിയെ കാണാൻ പോകും. കല്യാണഭവ. അടുത്ത ദിവസം രാജാവ് വീണ്ടും സഭ വിളിച്ചു. സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ബാബ എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, കാടിന്റെ അതിർത്തിയിൽ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത ചമേലി എന്നൊരു ആട് താമസിക്കുന്നുണ്ടെന്ന്. നമുക്ക് ശീഘ്രം ആ ആടിനെ കാണേണ്ടി വരും മഹാരാജാവേ. ഇന്ന് വൈകുന്നേരം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചമേലിയെ കാണാൻ പോകും. വൈകുന്നേരമായപ്പോൾ എല്ലാ മൃഗങ്ങളും ചമേലിയെ കാണാനായി അതിർത്തിയിലേക്ക് പോയി. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ചമേലിയെ കണ്ടുമുട്ടി. എല്ലാവരും അവളുടെ അടുത്തേക്ക് പോയി. ആ, നിന്റെ പേര് ചമേലി എന്നാണോ? ആ, പക്ഷെ നിങ്ങളെല്ലാരും ആരാണ്? ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്റെ പേര് ഷേർ സിംഗ് എന്നാണ്. ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. സിംഹരാജാവ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചമേലിയോട് സഹായത്തിന് അഭ്യർത്ഥിച്ചു. ഈ കല്ലിനെ ഞാൻ സ്പർശിക്കുന്നത് കൊണ്ട് അങ്ങയുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെങ്കിൽ ഞാൻ തീർച്ചയായും അങ്ങയോടൊപ്പം വരാം. പിന്നെ സിംഹരാജാവ് ചമേലിയും കൂട്ടിക്കൊണ്ട് ഗുഹയുടെ അടുത്തേക്ക് പോയി. കുറച്ചു നേരത്തിന് ശേഷം എല്ലാവരും ഗുഹയിൽ എത്തിച്ചേർന്നു. പറയൂ മഹാരാജ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ ആ കല്ലിൽ തൊടണം. ആ കല്ലിൽ തൊടുമ്പോഴേ ഞങ്ങളുടെ ശക്തി തിരിച്ചു വരും. ചമേലിയാട് ആ കല്ലിനെ സ്പർശിക്കുന്നു. എന്നിട്ടും കാട്ടുജീവികളുടെ ശക്തി തിരിച്ചു വന്നില്ല. ഞാൻ ഇപ്പോഴും ശക്തിഹീനൻ തന്നെയാണ്. എന്റെ ശക്തി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യും മഹാരാജാവേ? അറിയില്ല. എല്ലാവരും നിരാശരായി കാട്ടിലേക്ക് തിരിച്ചു വന്നു. ബാബ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു, എന്നിട്ടും ശക്തി തിരിച്ചു വന്നില്ല. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് കുഞ്ഞിമേൽ അവിടെ എത്തിച്ചേരുന്നത്. മഹാരാജാവേ, എനിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. പറയൂ. മഹാരാജാവ്, അന്ന് കൊണ്ടുപോയ ആട് അത് ശരിക്കുള്ള ആടല്ല. എന്ത്? ഞാൻ ഭക്ഷണം തെരഞ്ഞ കരടിയുടെ വീടിന്റെ അടുത്ത് കൂടെ പോകുമ്പോ അപ്പോ ഞാൻ കണ്ടത്. കണ്ടോ, ഞാനിന്ന് നിന്റെ രൂപം ധരിച്ച ഈ സിംഹരാജാവിന്റെ കൂടെ എല്ലാ മൃഗങ്ങളെയും ബുദ്ധുക്കളാക്കി. പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ കാട്ടിലെ രാജാവാകാൻ ആഗ്രഹിക്കുന്നു. നീ ആ കല്ലിന് തൊട്ടെങ്കിൽ അപ്പൊ എല്ലാവരുടെയും ശക്തി തിരിച്ചു കിട്ടിയിരുന്നു. എല്ലാവരുടെയും ശക്തി തിരിച്ചു കിട്ടണം എനിക്ക് ആഗ്രഹമില്ല. കാരണം എനിക്ക് ഈ കാട്ടിന്റെ മഹാരാജാവണം. ഓഹോ, അപ്പോൾ ഇതാണ് കാര്യം. ഇനി ചെന്നായ ഉത്തരം പറയേണ്ടി വരും. പിറ്റേ ദിവസം രാവിലെ എല്ലായിടത്തും വാർത്ത പരന്നു. എല്ലാ വന്യപ്രാണികളുടെയും ശക്തി തിരിച്ചു വന്നിരിക്കുന്നു. ഇത് മനസ്സിലാക്കി ചെന്നായ ഗുഹയിലേക്ക് എത്തിച്ചേരുന്നു. നീ ഇവിടെയാണോ? പിന്നെ എല്ലാവർക്കും ശക്തി തിരിച്ച് എങ്ങനെ കിട്ടി? ഞാൻ വ്യാകുലപ്പെടുമ്പോൾ നീ ചിരിക്കുകയാണോ? ഞാൻ ആടല്ല മഹാരാജാവേ, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. ഇതിനെയാണ് ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത്. ആടിന്റെ പകരം നീ ഇവിടെ എങ്ങനെ വന്നു? അതായത് നീ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ആടിനെ അപ്രത്യക്ഷമാക്കിയതുപോലെ, അതുപോലെ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ആടിനെ അപ്രത്യക്ഷമാക്കി കുറുക്കനെ ഇവിടെ തന്നെ നിർത്തി. രാത്രി തന്നെ നമ്മൾ ആ പവിത്രമായ ആടിനെ അടുത്ത ഗുഹയിൽ ചെന്നു. ആടിന്റെ കല്ല് തൊട്ടുടൻ നമ്മുടെ ശക്തി നമുക്ക് തിരിച്ചു കിട്ടി. ഇത് കേട്ട് ചെന്നായ ആശ്ചര്യജകനായി. മഹാരാജ്, ഈ വഞ്ചകനായ ചെന്നായ ഇനി നമ്മൾ എന്തു ചെയ്യണം? നിങ്ങളെല്ലാവരും ഇവനെ കൊന്നു തിന്നുക. മഹാരാജാവെ, അദ്ദേഹത്തിന് മാപ്പാക്കണം. നീ എന്താണ് പറയുന്നത് ചമേലി? തെറ്റ് ചെയ്യുന്നവരെക്കാട്ടിലും മാപ്പ് കൊടുക്കുന്നവരാണ് വളരെ ശ്രേഷ്ഠന്മാർ മഹാരാജാവേ. നോക്കൂ ചെന്നായെ, നീ ഇതിനെ തടവിലാക്കി, പക്ഷെ എന്നിട്ടും അത് നിന്നെ ക്ഷമിച്ചിരിക്കുന്നു. ഇതിനെയാണ് ഒരു വിശുദ്ധ ജീവി എന്ന് വിളിക്കുന്നത്. രാജാവ് ആവാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യങ്ങളും മറന്നുപോയി. അടിയനെ ക്ഷമിച്ചാലും മഹാരാജൻ. ചമേലി എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു. മാപ്പ് കിട്ടിയതിൽ ചെന്നായ വളരെ സന്തോഷവാനായി. ശക്തി തിരിച്ചു കിട്ടിയതിൽ എല്ലാ വന്യജീവികളും. അതിനുശേഷം എല്ലാവരും വളരെ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.